സംസ്ഥാനത്ത് നെല്ല് സംഭരണം പ്രതിസന്ധിയിലെന്ന് മന്ത്രി കെ രാജൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും നെല്ല് സംഭരണത്തിൽ ലഭിക്കാനുള്ളത് കോടികളെന്ന് മന്ത്രി. 8 മാസത്തിനു ശേഷം തൃശൂർ മൃഗശാലയിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റി തുടങ്ങി. 25ഓളം കുറുക്കന്മാരെയും കുരങ്ങുകളെയുമാണ് മാറ്റിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുചക്ര വാഹന പാർക്കിങ്ങിന് പ്രീമിയം നിരക്കെന്ന പേരിൽ വൻതുക ഈടാക്കുന്നത് താൽക്കാലികമായി നിർത്തലാക്കി. നടപടി TCV വാർത്തയെ തുടർന്ന്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടം തെരുവ് നായ്ക്കളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറുന്നു. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതും അഗ്നിരക്ഷാ സംവിധാനമില്ലാത്തതും കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ തടസ്സം. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായി. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികൾ. എല്ലാ മാസവും ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ കിട്ടുന്നത് തവണകൾ മാത്രമായി. തൃശൂർ ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി. ജില്ലയിൽ ചൊവ്വാഴ്ച റെഡ് അലർട്ട്. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കുന്നത് BJP പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. ശുചിമുറി മാലിന്യം കൊണ്ടുവന്ന ചാവക്കാട് നഗരസഭയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്തകളിലേക്ക് വിശദമായി. കാലാവസ്ഥാ വ്യതിയാനം കൃഷിയെ ബാധിക്കുമ്പോഴും കോൾപ്പാടങ്ങളിലെ തരിശുനിലങ്ങളിൽ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂർ കോൾ മേഖലാ കർഷക പ്രതിനിധികളുടെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോൾപ്പാടങ്ങളുടെ നെൽകൃഷി വികസനത്തിന്റെ ഭാഗമായി സർക്കാർ ഇത്തവണ 82 ഹെക്ടറോളം ഭൂമി തരിശുരഹിതമാക്കാൻ പദ്ധതി കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്നും കോടികൾ ലഭിക്കാനുള്ളതിനാൽ നെല്ല് സംഭരണം പ്രതിസന്ധി നേരിടുകയാണെന്നും നെല്ലിന്റെ വിള ഇൻഷുറൻസ് അടക്കം ലഭ്യമാകുന്ന സാഹചര്യം ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. മുരളി പെരുന്നെല്ലി MLA, സബ് കളക്ടർ അഖിൽ V മേനോൻ, ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P സിനി, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, ജില്ലാ കൃഷി ഓഫീസർ നിംബ ഫ്രാങ്കോ തുടങ്ങിയവർ പങ്കെടുത്തു. എട്ട് മാസത്തിനു ശേഷം തൃശൂർ മൃഗശാലയിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റി തുടങ്ങി. 25ഓളം കുറുക്കന്മാരെയും കുരങ്ങുകളെയുമാണ് മാറ്റിയത്. അടുത്തയാഴ്ച മുതൽ പുലി, കടുവ, ഹിപ്പോപ്പൊട്ടാമസ് എന്നിവയെ മാറ്റി തുടങ്ങും. കഴിഞ്ഞ ഒക്ടോബറിലാണ് അവസാനമായി തൃശൂർ മൃഗശാലയിൽ നിന്നും പക്ഷിമൃഗാദികളെ മാറ്റിയിരുന്നത്. ഇതിൽ ഏതാനും മാനുകളും പക്ഷികളും ചത്തതിനെ തുടർന്നാണ് മൃഗങ്ങളെ മാറ്റുന്നതിന് അനുമതി നിഷേധിച്ചത്. തുടർന്ന് സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ കേന്ദ്ര സൂ അതോറിറ്റിയുമായി നടത്തിയ ആശയവിനിമയത്തെ തുടർന്നാണ് മൃഗങ്ങളെ മാറ്റുന്നതിന് അനുമതി ലഭിച്ചത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരം മൃഗശാലയിൽ നിന്നും കാട്ടുപോത്തുകളെ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുചക്ര വാഹന പാർക്കിങ്ങിന് പ്രീമിയം നിരക്കെന്ന പേരിൽ വൻതുക ഈടാക്കുന്നത് താൽക്കാലികമായി നിർത്തലാക്കി. ജൂൺ മുതൽ 24 മണിക്കൂർ പാർക്കിങ്ങിന് 345 രൂപയാണ് ഈടാക്കിയിരുന്നത്. ഈ നടപടിക്കെതിരെ ടൂ വീലർ യൂസേഴ്സ് അസോസിയേഷനും വിവിധ സംഘടനകളും ഉയർത്തിയ പ്രതിഷേധവും മാധ്യമ വാർത്തകളും ശ്രദ്ധയിൽപ്പെട്ട റെയിൽവേ വിജിലൻസ് വിഭാഗം വിഷയത്തിലിടപെട്ടു. ഇതോടെയാണ് പ്രീമിയം നിരക്ക് ഈടാക്കുന്നത് കരാറുകാരൻ വേണ്ടെന്ന് വെച്ചത്. പ്രീമിയം പാർക്കിംഗ് ഏരിയയിൽ ഈ മാസം 1 മുതൽ 24 മണിക്കൂറിന് സാധാരണ നിരക്കായ 30 രൂപയെ ഈടാക്കുന്നുള്ളൂ. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടം തെരുവ് നായ്ക്കളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറുന്നു. വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതും അഗ്നിരക്ഷാ സംവിധാനം ഇല്ലാത്തതുമാണ് കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ തടസ്സമായിരിക്കുന്നത്. പാളിച്ച സംഭവിച്ചു. ഇതെല്ലാം ഒരുക്കിയ ശേഷം മാത്രമേ പുതിയ ലൈബ്രറി കെട്ടിടം തുറന്ന് പ്രവർത്തിക്കാനാകൂ. എന്നാൽ വൈദ്യുതി കണക്ഷനുള്ള അനുമതി ലഭിച്ചതായും താൽക്കാലിക അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കി അധികം വൈകാതെ തന്നെ പബ്ലിക് ലൈബ്രറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനാകുമെന്നും ലൈബ്രറി ഭാരവാഹികളും പറയുന്നു. വളരെ അപൂർവമായ പുസ്തക ശേഖരമടക്കം 1.25 ലക്ഷത്തിലേറെ വരുന്ന പുസ്തകങ്ങളുടെ സംരക്ഷകരായ തൃശൂർ പബ്ലിക് ലൈബ്രറി സ്ഥലപരിമിതിയാൽ വീർപ്പുമുട്ടുകയാണ്. കൂടാതെ കെട്ടിടത്തിന്റെ ചോർച്ചയും പുസ്തകങ്ങളുടെ സംരക്ഷണ കാര്യത്തിൽ ഇവർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. TCV ന്യൂസ്, തൃശൂർ. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായതായി പരാതി. ആയിരക്കണക്കിന് യാനങ്ങളാണ് അഴീക്കോട്, മുനമ്പം, അഴിമുഖം കേന്ദ്രീകരിച്ച് മാത്രം പണിയെടുക്കുന്നത്. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് തൊഴിലാളികൾ. ഫിഷറീസ്, സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ അലംഭാവമാണ് മണ്ണെണ്ണ വിതരണം മുടങ്ങാൻ കാരണമെന്ന് ആരോപണമുണ്ട്.
യാനങ്ങളും ഇവയിൽ ഘടിപ്പിക്കുന്ന ഔട്ട്ബോർഡ് എഞ്ചിനുകളും 2 വകുപ്പുകളും പരിശോധിച്ചാണ് മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നത്. 10 HP മോട്ടറുള്ള യാനത്തിന് 129 ലിറ്റർ, 10 മുതൽ 15 HP വരെ 136 ലിറ്റർ, 15 HP മുകളിലുള്ളതിന് 180 ലിറ്ററുമാണ് പ്രതിമാസം മണ്ണെണ്ണ വിഹിതം. മുൻപ് എല്ലാ മാസവും നൽകിയിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ വർഷത്തിൽ ഏതാനും തവണകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. സർക്കാർ അനുവദിച്ചു തരുന്ന നീലമണ്ണെണ്ണ കിട്ടിയിട്ട് 10 വർഷത്തോളമായി. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾക്ക് ഒരു പെർമിറ്റിന് 40 HP എഞ്ചിൻ പ്രവർത്തിക്കുന്ന ഒരു പെർമിറ്റിന് 600 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ശോഷിച്ച് ഇപ്പോൾ ഒരു മിനിമം ഒരു 60 ലിറ്ററിന് താഴെ എത്തി. അത് വർഷത്തിൽ 2 തവണയായി. എത്രയും പെട്ടെന്ന് അത് മത്സ്യമേഖലയ്ക്ക് അത്രയും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മണ്ണെണ്ണ ലഭ്യമായാൽ അത് പരമ്പരാഗത മേഖലയ്ക്ക് അത് വലിയൊരു ഉണർവായിരിക്കും. 1 ലിറ്ററിന് 25 രൂപ സബ്സിഡിയോടെ മത്സ്യഫെഡ് നിയന്ത്രിതമായ അളവിൽ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവിതരണ വകുപ്പ് വഴി ലഭിച്ചിരുന്ന വിലക്കുറവുള്ള മണ്ണെണ്ണ കിട്ടാക്കനിയായ അവസ്ഥയാണുള്ളത്. ഒരു ചെറുവള്ളവും അനുബന്ധ വള്ളങ്ങളും ഒരു തവണ കടലിൽ പോയി വരുന്നതിന് 500 ലിറ്ററോളം ഇന്ധനം ആവശ്യമായി വരും. മണ്ണെണ്ണ ലഭിക്കാത്ത സാഹചര്യത്തിൽ വിപണിയിലുള്ള രാസലായനി ഉപയോഗിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നവരുടെ എണ്ണം ഏറി വരികയാണ്. ഇൻബോർഡ് വള്ളങ്ങൾ ഡീസൽ എഞ്ചിൻ ഘടിപ്പിക്കുന്നതുകൊണ്ട് അവയെ മണ്ണെണ്ണ പ്രതിസന്ധി ബാധിക്കുന്നില്ല. ചെറുകിട മത്സ്യത്തൊഴിലാളികളാണ് മണ്ണെണ്ണ പ്രശ്നത്തിൽ വലയുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച തൃശൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തമിഴ്നാടിനും കേരളത്തിനുമിടയിൽ രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് മഴ ശക്തമാകാൻ കാരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമുണ്ടായെങ്കിലും മഴ കനത്താൽ പ്രശ്നം ഗുരുതരമാകും. അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഞായറാഴ്ച വൈകിട്ട് മുതൽ തുടർച്ചയായി അതിരപ്പള്ളി മേഖലയിൽ 10 സെന്റിമീറ്റർ തോതിൽ മഴ പെയ്തു. ഇതേ തുടർന്നാണ് പുഴയിൽ അർദ്ധരാത്രി മുതൽ വെള്ളം ഉയരാൻ തുടങ്ങിയത്. തിങ്കളാഴ്ച പുലർച്ചെ ജലനിരപ്പ് 5.45 മീറ്ററിലെത്തി. താഴ്ന്ന പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ ചെറിയ തോതിൽ വെള്ളം കയറുകയും ചെയ്തു. നിലവിൽ എല്ലാ ഡാമുകളും നിറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട് ഷോളയാർ ഡാമിൽ വെള്ളത്തിന്റെ അളവ് 100% ഇവിടെ നിന്ന് കേരള ഷോളയാറിലേക്കും തമിഴ്നാട്ടിലെ പറമ്പിക്കുളം ജലസംഭരണിയിലേക്കും വെള്ളം തുറന്നുവിടുന്നുണ്ട്. നിറഞ്ഞുകിടക്കുന്ന പറമ്പിക്കുളത്ത് നിന്നും പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് ചെറിയ തോതിൽ വെള്ളം ഒഴുകുന്നുണ്ട്. കേരള ഷോളയാറിൽ വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ അധിക ജലം പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് എത്തുന്നുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ വീണ്ടും ഒരു വെള്ളപ്പൊക്ക ഭീഷണി ഉടലെടുക്കുകയാണ്. ഇനി തുടർച്ചയായി മഴയുണ്ടായാൽ എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടു പോകുമെന്നാണ് പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആശങ്കപ്പെടുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കുന്നത് BJP പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി. കാനയിലേക്ക് വെള്ളമൊഴുക്കിയ ചാവക്കാട് നഗരസഭയുടെ സഞ്ചരിക്കുന്ന മാലിന്യ സംസ്കരണ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. കിഴക്കേ നടയിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപമുള്ള ശ്രീജ ഇൻ എന്ന ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യമാണ് രാത്രിയിൽ സംസ്കരിച്ച് പൊതുകാനയിലേക്ക് ഒഴുക്കിയത്. പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധമായിരുന്നു. വിവരമറിഞ്ഞ് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. വാഹനത്തിലെ ജീവനക്കാരുമായി വാക്കേറ്റമായി. ടെമ്പിൾ പോലീസ് SHO G അജയകുമാർ നേതൃത്വത്തിൽ പോലീസും നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ KS അശോകൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ CJ ലക്ഷ്മി എന്നിവരും സ്ഥലത്തെത്തി. കാനയിലേക്ക് വെള്ളമൊഴുക്കിയ വാഹന ഉടമയ്ക്കെതിരെയും ലോഡ്ജ് ഉടമയ്ക്കെതിരെയും നടപടിയെടുക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ പറഞ്ഞു. നടപടി വാക്കിൽ മാത്രം ഒതുങ്ങിയാൽ ശക്തമായ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പറഞ്ഞു.
ഗുരുവായൂര് മുനിസിപ്പാലിറ്റിക്ക് തൊട്ട് മുമ്പിലായിട്ട് സെപ്റ്റിക് മാലിന്യം പൊതുകാനയിലേക്ക് ഒഴുക്കിവിടുന്ന ഒരു പരാതിയെ തുടർന്നാണ് ഇവിടെ ഞങ്ങൾ എത്തുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ വാഹനത്തിന് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട്. ആ വണ്ടിയിൽ നിന്ന് സെപ്റ്റിക് മാലിന്യം പൊതുകാനയിലേക്ക് ഒരു ലോഡ്ജിൽ നിന്നും എടുത്ത് ഒഴുക്കിക്കൊണ്ടിരിക്കുക. അതേക്കുറിച്ച് ചോദിച്ചപ്പോ കൃത്യമായിട്ടൊരു മറുപടി ഇവിടുത്തെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർക്കും അറിയില്ല, ഇവിടുത്തെ ലോഡ്ജുകാർക്കും അറിയുന്നില്ല. അപ്പൊ ഈ വിഷയത്തില് വളരെ ഗൗരവകരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ശക്തമായ നടപടി ഈ വാഹനത്തിന്റെ ആരാണെങ്കിലും, ഇത് ചാവക്കാട് നഗരസഭയാണെങ്കിലും ശരി, ലോഡ്ജുകാരായാലും ശരി, ആരായാലും കൃത്യമായ നടപടി പൊതുകാനയിലേക്ക് സെപ്റ്റിക് മാലിന്യം ഒഴുക്കി വിട്ടതിലുണ്ടാകണം. അത് ഗുരുവായൂർ നഗരസഭ, പോലീസും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഭാഗത്തുണ്ടാകണം. ഇതെടുക്കാത്ത പക്ഷം ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ടിറങ്ങും. തൃശൂർ കുന്നംകുളം റൂട്ടിൽ ചൊവ്വാഴ്ച മുതൽ സ്വകാര്യ ബസ്സുകാർ നടത്താൻ നിശ്ചയിച്ചിരുന്ന പണിമുടക്ക് മാറ്റിവെച്ചതായി ബസ് ഉടമ സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തൃശൂർ പുഴയ്ക്കൽ റൂട്ടിലെ ഗതാഗതക്കുരുക്കിന് അടിയന്തര നടപടി ഉണ്ടാക്കാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പണിമുടക്ക് പിൻവലിച്ചത്. കേരളത്തിൽ വോട്ട് ലക്ഷ്യമാക്കി BJP നേതാക്കൾ അരമനകൾ കയറിയിറങ്ങുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. BJP സർക്കാരിന്റെ വർഗീയ രാഷ്ട്രീയത്തിനും ന്യൂനപക്ഷ വേട്ടയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി LDF സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി VS സുനിൽകുമാർ, LDF നേതാക്കളായ അഡ്വക്കേറ്റ് സുമേഷ്, CR വത്സൻ, രഘു കെ മാരാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അവരെ പിന്താങ്ങുന്നവരും വാദിച്ചത് മതപരിവർത്തനം നടത്താൻ അവർ ശ്രമിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണം എന്നാണ്. അടിയന്തരാവസ്ഥ ഒരു പേടി സ്വപ്നമായിരുന്നുവെന്ന് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. വിജിൽ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥ പാഠവും പഠനവും എന്ന മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ 3 പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പുസ്തക വിചാരം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോസഫ് തോമസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വിപിൻ പാറമേക്കാട്ട്, ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് ഭാര്യയെയും മക്കളെയും മർദ്ദിച്ച യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പന്തല്ലൂർ സ്വദേശി വിനീഷാണ് അറസ്റ്റിലായത്. ഭാര്യ സിനി, മക്കളായ അദ്വൈത്, ആഘോഷ് എന്നിവരെയാണ് പ്രതി ആക്രമിച്ചത്. ഈ മാസം 1-ാം തീയതിയായിരുന്നു സംഭവം. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ പ്രതി വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് സിനിയെ ക്രൂരമായി മർദ്ദിക്കുകയും തടയാനെത്തിയ 9 വയസ്സുള്ള മകനെ ഹെൽമറ്റ് ഉപയോഗിച്ച് അടിക്കുകയും 14 വയസ്സുള്ള മകനെ ചെരുപ്പുകൊണ്ട് മുഖത്തും ചെവിയിലും അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊച്ചി കളമശ്ശേരിയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. 41 വയസ്സുള്ള അബ്ദുൽ സലാമാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സലാമിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സ്വിഗ്ഗി ജീവനക്കാരനായ അബ്ദുൽ സലാം ഓർഡർ എടുക്കാനായി പോകുന്നതിനിടെ സൗത്ത് കളമശ്ശേരി മേൽപ്പാലത്തിന് സമീപമായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ബൈക്കിന് പിന്നിൽ വന്നിടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ബസ്സിൽ വെച്ച് യാത്രക്കാരുടെ മാല പൊട്ടിച്ച തമിഴ്നാട് സ്വദേശിയെ യാത്രക്കാർ പിടികൂടി. അഷ്ടമിച്ചിറ സ്വദേശി വടക്കുംചേരി വീട്ടിൽ സിസിലിയുടെ മാലയാണ് പൊട്ടിച്ചത്. സംഭവം അറിഞ്ഞപ്പോൾ തന്നെ തമിഴ്നാട് സ്വദേശി ലക്ഷ്മിയെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറി. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ മാലയിൽ സ്വർണത്തിന്റെ ലോക്കറ്റും കൊളുത്തും ഉണ്ടായിരുന്നു. അഷ്ടമിച്ചിറയിൽ നിന്ന് മാളയിലേക്ക് വരുമ്പോഴായിരുന്നു സംഭവം. ലക്ഷ്മിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ.
പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ചേർപ്പ് മഹാത്മാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ MP വീരേന്ദ്രകുമാർ സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ അർഹനായി. ഭാവഗായകൻ P ജയചന്ദ്രൻ സ്മാരക പുരസ്കാരത്തിന് BK ഹരിനാരായണനും ലീഡർ K കരുണാകരൻ സ്മാരക പുരസ്കാരത്തിന് ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ KP ഉദയനും അർഹനായി. 10,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 24-ന് സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് സമിതി ഭാരവാഹികളായ സതീഷ് കുമാർ ചേർപ്പ്, KB പ്രമോദ് എന്നിവർ അറിയിച്ചു. മഹാരഥന്മാരായ എഴുത്തുകാരെ കേൾക്കാനും അറിയാനും കഴിയുന്നതാണ് യഥാർത്ഥ എഴുത്തിന്റെ അടിത്തറയാകുന്നതെന്ന് സാഹിത്യകാരൻ KV രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച സംവാദ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ രാജൻ പെരുമ്പള്ളി, അപർണ ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മോഹൻദാസ് പാറപ്പുറത്ത്, MD രത്നമ്മ, രാജലക്ഷ്മി മാനഴി എന്നിവർ സന്നിഹിതരായിരുന്നു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC, ഹയർ സെക്കൻഡറി, VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KR സ്മിത, ഹൈസ്കൂൾ പ്രധാന അധ്യാപിക KP ബിന്ദു, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, കൗൺസിലർ റെജി ജോയ് എന്നിവർ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ആയിരക്കണക്കിന് കർഷകർ പങ്കെടുക്കുന്ന ഒരു പൊതുപരി ഏതെല്ലാം വിധത്തിലുള്ള കൃഷിയിടത്തിൽ താറാവ് കൂട്ടത്തെ ഇറക്കി കൃഷി നശിപ്പിച്ചതായി പരാതി. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശിനി സുജാതയുടെ കൃഷിയിടത്തിലാണ് നോട്ടക്കാരന്റെ അശ്രദ്ധ മൂലം താറാവുകൾ കൃഷി നശിപ്പിച്ചത്. 1.5 ഏക്കർ സ്ഥലത്ത് ഔഷധ ഗുണമുള്ള രക്തശാലി വിത്താണ് കൃഷി ഇറക്കിയിരുന്നത്. ഇതിൽ 35 സെന്റ് സ്ഥലത്തെ കതിരിടാറായ നെൽച്ചെടികൾ പൂർണ്ണമായും താറാവുകൾ നശിപ്പിച്ചു. കിലോയ്ക്ക് 300 രൂപയോളം വില വരുന്ന ഔഷധ ഗുണമുള്ള നെല്ലാണ് രക്തശാലി. സംഭവവുമായി ബന്ധപ്പെട്ട് സുജാത താറാവ് കർഷകനെതിരെ നടപടിയെടുക്കണമെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകി. ചാലിശ്ശേരി കൃഷി ഓഫീസർ സുദർശൻ രാമകൃഷ്ണൻ, പാടശേഖര സമിതി ഭാരവാഹികളായ ശബാദേവൻ നമ്പൂതിരി, കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളായ പൊന്നുള്ളി മോഹനൻ, സുനിൽകുമാർ, അബ്ദുൾ ജലീൽ, കാർഷിക വികസന സമിതി അംഗം കണ്ണൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറി മധ്യവയസ്കനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. യറവ് ആറാംകല്ല് സ്വദേശി ജയനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി ആറാംകല്ല് സ്വദേശി വിമലാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഫ്സൽ, CPOമാരായ പ്രതീഷ്, അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടന്നൂരിലെ ബാറിൽ ആക്രമണം നടത്തിയ കേസിൽ 4 പ്രതികളെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കോടന്നൂർ ചാക്യാർക്കടവ് സ്വദേശി ചിറയത്ത് സ്റ്റെബിയെ ആക്രമിച്ച കേസിലാണ് നടപടി. വെങ്ങണിശ്ശേരി സ്വദേശികളായ പറത്തിലാൽ വീട്ടിൽ മനീഷ്, കക്കാട്ടിൽ വീട്ടിൽ മനോജ്, ചാരിച്ചിറ്റി വീട്ടിൽ ബാബു, പാർലം സ്വദേശി കുറുവത്ത് വീട്ടിൽ ഷാജു എന്നിവരാണ് അറസ്റ്റിലായത്. പിടിയിലായവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് നെല്ല് സംഭരണം പ്രതിസന്ധിയിലെന്ന് മന്ത്രി K രാജൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും നെല്ല് സംഭരണ ഇനത്തിൽ ലഭിക്കാനുള്ളത് കോടികളെന്ന് മന്ത്രി. 8 മാസത്തിനു ശേഷം തൃശൂർ മൃഗശാലയിൽ നിന്നും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗങ്ങളെ മാറ്റി തുടങ്ങി. 25ഓളം കുറുക്കന്മാരെയും കുരങ്ങുകളെയുമാണ് മാറ്റിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരുചക്ര വാഹന പാർക്കിങ്ങിന് പ്രീമിയം നിരക്കെന്ന പേരിൽ വൻതുക ഈടാക്കുന്നത് താൽക്കാലികമായി നിർത്തലാക്കി. നടപടി TCV വാർത്തയെ തുടർന്നു. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ കെട്ടിടം തെരുവ് നായ്ക്കളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി മാറുന്നു.
വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതും അഗ്നിരക്ഷാ സംവിധാനം ഇല്ലാത്തതും കെട്ടിടം തുറന്നു പ്രവർത്തിക്കാൻ തടസ്സമാകുന്നു. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായി. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിൽ മത്സ്യത്തൊഴിലാളികൾ. എല്ലാ മാസവും ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ കിട്ടുന്നത് തവണകൾ മാത്രമായി. തൃശൂർ ജില്ലയിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. അതിരപ്പള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. ജില്ലയിൽ ചൊവ്വാഴ്ച റെഡ് അലർട്ട്. ഗുരുവായൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം സംസ്കരിച്ച വെള്ളം കാനയിലേക്ക് ഒഴുക്കുന്നത് BJP പ്രവർത്തകർ തടഞ്ഞത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. ശുചിമുറി മാലിന്യം കൊണ്ടുവന്ന ചാവക്കാട് നഗരസഭയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.